എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഇമാതിരി വില വർദ്ധിപ്പിക്കാനുള്ള കാരണമുണ്ടായത്? ഒരു ഭാഗത്ത് യുദ്ധമുണ്ട്, സമ്മതിക്കാം. UPA സർക്കാരാണ് ഇന്ത്യയിൽ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നതിനുള്ള അധികാരം സ്വകാര്യ കമ്പനികൾ കൊടുത്തപ്പോൾ ഇവർ ചെയ്തത് ഡീസലിൻ്റെയും കൂടി നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഡീസലിൻ്റെയും പെട്രോളിൻ്റെയും വില UPA സർക്കാരും BJP സർക്കാരും ജോയിൻ്റായി വർദ്ധിപ്പിക്കാനുള്ള അധികാരം അവർ കൊടുത്തു. അതുകൊണ്ട് കമ്പനികൾ നിശ്ചയിക്കുന്ന വിലയ്ക്കാണ് ഇപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ ലഭ്യമാകുന്നത്. അത് ക്രൂഡ് ഓയിലിൻ്റെ വില കൂടുമ്പോഴും കുറയുമ്പോഴും നമുക്ക് ഗുണം കിട്ടാത്തത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള UPA സർക്കാരും BJPയുമാണ് കാരണക്കാർ എന്ന് നാം മനസ്സിലാക്കിയാൽ 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞവരാണ് ഇവിടുത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ. ഇന്ന് 100 രൂപയിലധികമായി 200 രൂപയിലേക്ക് എത്തുവാൻ അധിക നാൾ വേണ്ടിവരില്ല എന്നതാണ് ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യം. ഗ്യാസിൻ്റെ വില 3200-ലധികം വന്നു. വാണിജ്യ സിലിണ്ടറിന്, ഗാർഹിക സിലിണ്ടറിന് 1000-ലധികം രൂപ വന്നു. വില വാണം പോലെ കുതിച്ചു വരികയാണ്. ഇതിന് സാഹചര്യമൊരുക്കിയ, കളമൊരുക്കിയ കോൺഗ്രസ് എന്ന് പറയുന്നത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് ഇന്ത്യൻ ജനതയോട് ചെയ്തതെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. വിലക്കയറ്റം എന്ന ഭാരമാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ആ വിലക്കയറ്റത്തിനെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കാതെ സർക്കാരാണ് ഇന്ന് ഇന്ത്യയും കേരളവും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം.